ഇപ്പോൾ ചൂരൽമലയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. അവർ സ്ഥലങ്ങളൊന്ന് പരിശോധിക്കുകയാണ്. ഫെലിക്സ് തുടരുന്നത്. ഫെലിക്സ്, എന്താണ് ഇപ്പോൾ പോലീസ് അങ്ങോട്ടേക്ക് എത്താൻ കാരണം? ഒരു സാധാരണ ഒരു പരിശോധനയാണോ? ദിവിഷ്, സാധാരണ അവർ വന്നതാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. പ്രത്യേകിച്ചും മുകളിലേക്ക് ആളുകൾക്ക് പ്രവേശനമില്ല, അവിടെ ബ്ലോക്ക് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ആ പോലീസുകാർ രാത്രി ഇവിടെ എത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ പ്രദേശത്തേക്ക്, അതായത് ഇനിയിപ്പോൾ ഇവിടേക്ക് നമുക്കറിയാം ഒരു പാലമുണ്ട്, പാലത്തിനപ്പുറത്തേക്ക് മുണ്ടകൈ എന്ന സ്ഥലമുണ്ട്. ഈ ഒരു സമയത്ത് അവിടേക്ക് ആരെയും പ്രവേശിപ്പിക്കുന്നതല്ല. അതിൻ്റെ കൂടി ഒരു സുരക്ഷാ മുൻകരുതൽ എന്ന നിലയ്ക്കാണ് പോലീസ് ഇവിടെ എത്തിയിട്ടുള്ളത്. തീർച്ചയായും ഈ ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടേക്ക് ആളുകൾക്ക് പ്രവേശനമില്ല, മാത്രമല്ല വൈദ്യുതി ബന്ധം ഒട്ടും തന്നെ ഇല്ല. അങ്ങനെ ഒരു സ്ഥലമാണ്. ഒപ്പം തന്നെ ഒരുപക്ഷെ ഇനിയും ഉരുൾപൊട്ടലിന് സാധ്യതയുള്ളൊരു മേഖല കൂടിയാണ്. അതുകൊണ്ട് ആളുകൾക്ക് ഈ പറയുന്ന പ്രദേശത്ത് ഈ പറയുന്ന ഒരു കലുങ്കുണ്ട്, കലുങ്കിൻ്റെ അപ്പുറത്തേക്ക് പ്രവേശനം ഉണ്ടാകില്ല എന്നതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനമൊക്കെ തന്നെ പൂർണ്ണ തോതിൽ ഇന്നത്തെ തെരച്ചിലൊക്കെ തന്നെ പൂർണ്ണമായി അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ രാവിലെ ആയിരിക്കും തെരച്ചിൽ ആരംഭിക്കുക. അതിനുള്ള സജ്ജീകരണങ്ങൾ വളരെ നേരത്തെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പുലർച്ചെ എത്രയും വേഗം തെരച്ചിൽ ആരംഭിക്കുക എന്നതാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ ഇപ്പോഴത്തെ ഈ ഒരു സംഭവത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വളരെ വേഗം, അതിവേഗം അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് തിരച്ചിൽ നടത്താനാണ് ഇപ്പോഴത്തെ തീരുമാനം. അങ്ങനെ പരമാവധി വേഗത്തിൽ തിരച്ചിൽ നടത്തുക, പരമാവധി വേഗത്തിൽ തിരച്ചിൽ നടത്തി ഇനി ആരെങ്കിലും കണ്ടെത്താനുണ്ടെങ്കിൽ അത് കണ്ടെത്തുക. ഒപ്പം മറ്റ് മൃതദേഹങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക തുടങ്ങിയ വളരെ വേഗത്തിലുള്ള തിരച്ചിലേക്ക് തന്നെയായിരിക്കും നാളെ ഈ പറയുന്ന സംഘം പോവുക. പ്രത്യേകിച്ചും NDRFൻ്റെ സംഘവും ഫയർഫോഴ്സിൻ്റെ അടക്കമുള്ള സംഘം വളരെ വേഗത്തിൽ തിരച്ചിൽ നടത്തും. ഒപ്പം തന്നെ പാലം, അവിടേക്ക് കുറച്ചുകൂടി സുരക്ഷിതമായൊരു പാലം നിർമ്മിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതും വളരെ വേഗം നടത്തുക. പ്രത്യേകിച്ചും അവിടേക്ക് ആളുകൾക്ക് പോകാനും തിരികെ എത്താനും രക്ഷാപ്രവർത്തകർക്ക് സഞ്ചരിക്കാനും ഒക്കെ തന്നെ അത്തരം ഗതാഗത സംവിധാനങ്ങളൊക്കെ വേണം. അതൊക്കെ അതിവേഗം ഒരുക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യമിടുന്നതിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തെരച്ചിൽ പൂർണ്ണമായും അവസാനിപ്പിച്ചിരിക്കുന്നു. നാളെ പുലർച്ചെ തെരച്ചിൽ ആരംഭിക്കും. ഒരു വലിയ ദുരന്ത ഭൂമി, ആ ദുരന്ത ഭൂമി അവർ ആരും അല്ലെങ്കിൽ നമ്മൾ ആരും കാണാൻ ആഗ്രഹിക്കാത്ത രീതിയിലേക്ക് അത്തരം അവശേഷിപ്പുകൾ മാത്രമായി മാറി എന്നതാണ് തീർച്ചയായും ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സങ്കടകരമാണ്, ദുഃഖകരമാണ്. ഈ കാഴ്ചകൾ തീർച്ചയായും ആരും ആഗ്രഹിക്കാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളവും വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് ഇവിടെ എത്തുമ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ. ഇത്രയും കാലം, ഇത്രയും നാൾ, ഇത്രയും ആളുകൾ വളരെ സന്തോഷത്തോടെ സഹജീവിച്ച അല്ലെങ്കിൽ അത്രയും ഒരുമിച്ച് കഴിഞ്ഞ ഒരു പ്രദേശം അപ്പാടെ ഇല്ലാതായി മാറുന്നു. എല്ലാ സ്വപ്നങ്ങളും എല്ലാ പ്രതീക്ഷകളും ഒരു നിമിഷം കൊണ്ട് അവസാനിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം സങ്കടകരം തന്നെയാണ്. അതിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതൽ തിരച്ചിലും കൂടുതൽ പരിശോധനയും ഒക്കെ തന്നെ നാളെ പുലർച്ചെയായിരിക്കും ആരംഭിക്കുക.